വയനാട്ടിൽ മാത്രമല്ല കണ്ണൂർ ഇരിട്ടി പായത്തും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. പായം UP സ്കൂളിന് സമീപത്തായാണ് കാട്ടാനയെ കണ്ടത്. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടില്ലേ? ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണോ? ദിവ്യ, ഇരിട്ടി ആറളം മേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസമായി കാട്ടാനശല്യം രൂക്ഷമാണ്. ജനവാസ മേഖലകളിൽ കാട്ടാനകൾ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ രാത്രി കുളിക്കാനായി എത്തിയ 2 സ്ത്രീകൾ കാട്ടാനയെ കണ്ട് ഭയന്നോടി വീണ് അവർക്ക് പരിക്കേറ്റിരുന്നു. അവരിപ്പോ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരിട്ടി പായത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. 2 കാട്ടാനകളാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. പായം UP സ്കൂളിന് സമീപത്തായി ഈ 2 കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ UP സ്കൂളിന്റെ പിൻഭാഗത്തായി കശുമാവ് തോട്ടമുണ്ട്. ആ തോട്ടത്തിലാണ് ഈ 2 കാട്ടാനകളും നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവര് പരിസരത്തുള്ള ആളുകളോട് അവിടെ നിന്ന് മാറാനും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ നൽകിയിട്ടുണ്ട്. UP സ്കൂളിന് ഇന്ന് അവധി നൽകാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട്. എന്തായാലും കാട്ടാനയെ അവിടെ നിന്ന് തുരത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ആറളം ഫാമിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി തുരത്തിയിട്ടുണ്ട്. 7, 13 ബ്ലോക്കുകളിൽ ഇറങ്ങിയ ആനകളെയാണ് RRT സംഘം ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയുമായി തുരത്തിയത്. എന്തായാലും ആനകളെ കണ്ട് ഞാൻ ഇന്നലെ മുമ്പ് പറഞ്ഞതുപോലെ ഭയന്നോടിയ 2 സ്ത്രീകൾക്ക് ഇന്നലെ പരിക്കേറ്റിരുന്നു. പിന്നാലെയാണ് പ്രദേശത്ത് ആനകളെ തുരത്തുന്ന നടപടി ആരംഭിച്ചത്. ആറളം ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാകുകയാണ്. 2ഇടത്താണ് കാട്ടാനകൾ ഇറങ്ങിയത്. ഇപ്പോൾ ആനകളെ കാട് കയറ്റിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.